അമ്മേനെ കണ്ട കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പിന്നെ മോളുടെ അടുത്ത് വന്നിട്ട് ആ മോശമായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റും. സിനിമ കുടുംബം പോലെ ഇപ്പൊ പറയുന്ന പോലെയാണ്. എത്ര വർഷമായിട്ട് നമുക്ക് പരിചയമുണ്ട്. എന്റെ എന്തെങ്കിലും ശല്യം ഉണ്ടായിരുന്നു? ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടത്തിലും എനിക്ക് ആ ഹീറോയുടെ സെയിം പേയ്മെന്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. അല്ലെങ്കിൽ ആ സീനിയർ ആർട്ടിസ്റ്റ് വാങ്ങിക്കുന്ന ശമ്പളം എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടും. എല്ലാ ഹീറോയിൻസിനും ഹീറോസിനും ഈക്വൽ പേയ്മെന്റ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പ്രാവർത്തികമാവുന്ന ഒരു കാര്യമല്ല. സിനിമയുടെ ഫോർമുല അല്ലെങ്കിൽ സിനിമയിലെ എത്തിക്സ് അല്ലെങ്കിൽ സിനിമയുടെ കാൽക്കുലേഷൻ എന്താണെന്ന് എനിക്ക് ചെറിയതായിട്ടൊരു നോളജ് ഉണ്ട്, ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഫൈറ്റ് സീക്വൻസിൽ ഒരുപാട് പരിക്ക് പറ്റി, ഷോൾഡർ ഇഞ്ചുറി പറ്റി, നീ ഇഞ്ചുറി പറ്റി, പിന്നെ കുതിരയുടെ പുറത്തുനിന്ന് വീണു, ബാക്ക് ഇഞ്ചുറി ആയി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇടയ്ക്ക് പോയി കളരിയൊക്കെ പഠിച്ചു, ഫൈറ്റ് സീക്വൻസ് ഒക്കെ എന്തെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? ഞാൻ കുറെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിലൊന്നും തെളിയാത്തോണ്ടാണ് സിനിമയിലേക്ക്. ഈ ഫോട്ടോ ഉണ്ടല്ലോ, പണ്ട് എന്ത് നല്ല ഭംഗി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പണ്ടിപ്പോ കാണാൻ കൊള്ളൂല. അങ്ങനെയല്ല, പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. കൊച്ചിലെല്ലാരും നല്ല ഭംഗിയായിരിക്കില്ലേ? ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുമ്പോ ഞാൻ ചുമ്മാ നോക്കി ടാറ്റ കാണിക്കും. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിനകത്ത് എങ്ങനെ ഇപ്പം ലാലേട്ടന് ഒരു പ്രഷർ ഉണ്ടായിരുന്നല്ലോ, അവസാനം ഇപ്പൊ ലാലേട്ടന് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ സംഘടനയിൽ നിങ്ങൾക്ക് എല്ലാ വിഭാഗത്തിലും ഇപ്പൊ സഭയില് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ഒരു കുറ്റം ചെയ്യുമ്പോൾ മൊത്തം സഭേനെ ആക്ഷേപിക്കും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് നല്ല മനുഷ്യന്മാരുണ്ട് അതിന്റെ അകത്ത്. ഒരു രാഷ്ട്രീയത്തിൽ ഒരു കുറ്റം ചെയ്യുമ്പോൾ അതിനെതിരായിരിക്കും. പോലീസിൽ നല്ല പോലീസുണ്ട്. അതില് ചിലപ്പോൾ ഒരു പോലീസ് കുറ്റം ചെയ്യുമ്പോഴായിരിക്കും ആക്ഷേപിക്കുക. അത് നമ്മുടെ ഒരു നിയമം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിനിമയില് ഒരുപാട് നന്നായിട്ട് പോകുന്ന ആൾക്കാരും സിനിമ കുടുംബം പോലെ ഇപ്പൊ പറയുന്ന പോലെയാണ്. എത്ര വർഷമായിട്ട് നമുക്ക് പരിചയമുണ്ട്. എന്റെ എന്തെങ്കിലും ശല്യം ഉണ്ടായിരുന്നു? നമ്മള് പുറത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മള് കാണുന്ന ഒരു കുടുംബം പോലെ തന്നെയല്ലേ. അപ്പൊ അമ്മേനെ കണ്ട കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പിന്നെ മോളുടെ അടുത്ത് വന്നിട്ട് ആ മോശമായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റും? ഇല്ല, അതില്ല, തീർച്ചയായിട്ടും അതുണ്ടാവില്ല. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നിവിൻ പോളി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പലരുടെയും വലിയ തെറ്റായിട്ടുള്ള ആരോപണങ്ങളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതില് ഏതാ ശരി, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളത് നോക്കാൻ ഇവിടെ നാട്ടിലെ നിയമങ്ങളും നിയമ നടപടികളും ഉണ്ട്. നിവിനൊക്കെ ചെറുപ്പം പോലെ ഞാൻ അറിയണാണ്. ഞങ്ങളൊരു ഇടവകയാണ്, ഞങ്ങൾ ആലുവ ഇടവകയാണ്. അപ്പൊ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു ഫാമിലി അറിയാം. എന്റെ അമ്മക്ക് നിവിന്റെ അമ്മനെ അറിയാം. ഒരിടവകയും എന്റെ ഫാദറിനെ സംസ്കരിച്ചിരിക്കുന്നത് നിവിന്റെ ഫാദറിനെ സംസ്കരിച്ച അടുത്തടുത്താണ്. അപ്പൊ കാലത്ത് ഇവര് കുഴിക്കലൊന്ന് പ്രാർത്ഥിക്കുന്നതും ഒരുമിച്ചൊക്കെയാണ്. അപ്പൊ നമുക്ക് കുട്ടിക്കാലം പോലെ അറിയാവുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മള് ഷോക്ക്ഡാണ്. ഈ പറയുന്ന പല കാര്യങ്ങളും സത്യമാണോ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്ക്ഡാണ്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഇത് എന്തായാലും വരും. കാരണം നമ്മൾ ആരും ഒറ്റയ്ക്ക് ഓരോ ആർട്ടിസ്റ്റുകളും അവരുടെ അഭിപ്രായങ്ങളെ പറയാൻ പറ്റുള്ളൂ. നമ്മളാരും അതിന് ഡിസിഷൻ എടുക്കാൻ. അതെ, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിന്റെ കാര്യം പറയാം. ഇതൊരു പാൻ ഇന്ത്യ സ്റ്റാർ, ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ആണല്ലോ. അപ്പം മറ്റു ലാംഗ്വേജുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ആക്ട്രസിന് ഈ പ്രതിഫലം കൂട്ടണം അല്ലെങ്കിൽ തുല്യ പ്രതിഫലം വേണമെന്ന് എപ്പോഴും ഞാനത് വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഫിലിമിൽ ഒരു പടം നമ്മളെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പടം റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എത്രത്തോളം റിട്ടേൺസ് ഈ ഒരു ആർട്ടിസ്റ്റ് കാരണം ആ പടത്തിലേക്ക് അതിൻ്റെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാലിബർ അനുസരിച്ചാണ് ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഹീറോ ആയേക്കാം, ഹീറോയിൻ ആയേക്കാം. ഹീറോയിൻ ഓറിയന്റഡ് ഫിലിംസിൽ ഒരു ഹീറോയിനെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ കൊണ്ട് ആ സിനിമയിലേക്കുള്ള ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി വേൾഡ് വൈഡ് അത് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ സെൻട്രൽ ക്യാരക്ടർ വെക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ പോലത്തെ ഒരുപാട് താരങ്ങളുണ്ട്. അതുപോലെ ഒരു ആക്ട്രസിന് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റോ ആരോ ആയിക്കോട്ടെ, ഫീമെയിൽ ആർട്ടിസ്റ്റിന് അവർക്ക് ഹീറോസിനെ പോലെ ഈക്വലൻ്റ് ആയിട്ട് വാല്യൂ ഉള്ള ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള തകുതി ഉണ്ടാവണം. ആ തകുതി ഉണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്നെ വെച്ച് സെൻട്രൽ ഹീറോയിനായിട്ട് അല്ലെങ്കിൽ ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്റ്റുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്യും. ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, കോഫി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. OTT പ്ലാറ്റ്ഫോമിൽ റിലീസാണ്, വേൾഡ് വൈഡും റിലീസാണ്. അപ്പം അതിന് അങ്ങനെയുള്ള പടങ്ങൾക്ക് നമുക്ക് ഈക്വൽ സാലറി മേടിക്കാം. ഞാൻ ആ സിനിമയിൽ ഒരു ഹീറോ വാങ്ങുന്നതിൻ്റെ അനുസരിച്ച് ഒരു സാലറി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് വരുമ്പം ഹീറോയിൻസിന് എന്തായാലും അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടും. പക്ഷേ ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടത്തിലും എനിക്ക് ആ ഹീറോയുടെ സെയിം പേയ്മെന്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടൂല, ഒരിക്കലും കിട്ടില്ല.
അല്ലെങ്കിൽ ആ സീനിയർ ആർട്ടിസ്റ്റ് വാങ്ങിക്കുന്ന ശമ്പളം എനിക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ശരിയാണ്. ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ, നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം സിനിമയിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേന്ദ്ര കഥാപാത്രമാണ് ചെയ്യുന്നത്, കേമിയോ റോളാണ്, ഗസ്റ്റ് റോളാണ് ചെയ്യുന്നത്, എല്ലാ ഹീറോയിൻസിനും ഹീറോസിനും ഈക്വൽ പേയ്മെന്റ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പ്രാവർത്തികമാവുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ പ്രൊഡക്ഷനും കൂടെ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് അതിന്റെ സിനിമയുടെ ഫോർമുല അല്ലെങ്കിൽ സിനിമയിലെ എത്തിക്സ് അല്ലെങ്കിൽ സിനിമയുടെ കാൽക്കുലേഷൻ എന്താണെന്ന് എനിക്ക് ചെറിയതായിട്ട് ഒരു നോളജ് ഉണ്ട്, ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എവിടെയായിരുന്നു ഇത്രയും കാലം? വൈകിപ്പോയി. ഇത്രയും ടെക്നിക്കലി അറിയുന്നോണ്ട് ഒരു ഡയറക്ഷൻ അങ്ങനെ വല്ലതും ഫ്യൂച്ചറിൽ ചെയ്യാൻ നോക്കാം. കാരണം ഞാൻ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം ലേണിംഗ് ന്യൂ തിങ്സ്, ടീച്ചിങ് മൈസെൽഫ്, ഗ്രൂമിങ് മൈസെൽഫ്. മേ ബി ഐ ഡോണ്ട് നോ. ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ഷോസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സിനിമ ഡയറക്ട് ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇറ്റ്സ് ഓൺ ഫ്യൂച്ചർ പ്ലാൻസ് മേ ബി. ഇതിൽ പോലീസ് കഥാപാത്രമാണല്ലോ, അപ്പോൾ തമിഴിലൊരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഹോഴ്സ് റൈഡിങ് സീൻ ഉണ്ടായിരുന്നു. ഫൈറ്റ് സീക്വൻസിൽ ഒരുപാട് പരിക്ക് പറ്റി, ഷോൾഡർ ഇഞ്ചുറി പറ്റി, നീ ഇഞ്ചുറി പറ്റി, പിന്നെ കുതിരയുടെ പുറത്തുനിന്ന് വീണു, ബാക്ക് ഇഞ്ചുറി ആയി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുക്കാൻ ആരും പേടിക്കും. അല്ല, ഇടയ്ക്ക് പോയി കളരിയൊക്കെ പഠിച്ചു, ഫൈറ്റ് സീക്വൻസ് ഒക്കെ പഠിച്ചു. അല്ല, ഞാൻ കുറച്ച് എന്താ പറയാ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഫ്രീ ടൈം നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെക്കേഷൻ ബ്രേക്ക്, ഇപ്പൊ ഓണം ബ്രേക്ക് ഒക്കെ വരുന്നില്ല, 10 days 15 days ഒക്കെ നോർമലി ബ്രേക്ക് കിട്ടാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പോകും. അപ്പൊ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചു. ബാഡ്മിന്റൺ കളിക്കും, ഹോഴ്സ് റൈഡിങ് ചെയ്യും, ബൈക്ക് റൈഡ് ചെയ്യും, പിന്നെ ഫൈറ്റ് സീക്വൻസും മാർഷൽ ആർട്സും പഠിച്ചു, ഗൺ ഷൂട്ടിങ്, ആർച്ചറി. ഗൺ ഷൂട്ടിങ് വന്നിട്ട് ഒരു കോഫി പടത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ആർച്ചറി വന്നിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു സിനിമ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ മൂവി. അപ്പൊ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പഠിച്ചതൊക്കെ പാഷനേറ്റ് ആയിട്ടാണ് പഠിച്ചതാണ്. പക്ഷെ അതൊക്കെ സിനിമയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വരുന്ന കഥാപാത്രങ്ങളിൽ അതെനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ വന്നിട്ട് അത്ര വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് എ സിമ്പിൾ ഓഫീസറാണ്, കുറച്ച് ചോദ്യോത്തരങ്ങൾ മാത്രം ഉള്ളൂ. ചേട്ടൻ എന്തെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? ഞാൻ കുറെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിലൊന്നും തെളിയാത്തോണ്ടാണ് സിനിമയിലേക്ക്. ഞാൻ ഗിറ്റാർ വായിക്കും, അങ്ങനെ മ്യൂസിക്കിലായിരുന്നു പാടില്ലേ നന്നായിട്ട്? പാടാത്ത ആരാ ഉള്ളത്? വേണ്ട. പിന്നെ ഇതുപോലെ തന്നെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ബാബു അണ്ണീനൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട്, അത് ബ്രൂസ്ലി ബാബു അണ്ണിയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഗുണം ചെയ്യുന്നത് സിനിമയിൽ വരുമ്പോ 7 കലകൾ സംഗമിക്കുന്ന സ്ഥലമാണ്. അവിടെ ഡാൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലോ ഫൈറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിലോ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഗുണമാണ്. ഇപ്പൊ ഒരു പാട്ടിൽ ലിപ്പ് കൊടുക്കണമെങ്കിൽ കുറച്ച് സംഗീത ബോധം വേണം. അപ്പൊ ചിലപ്പോ പ്രത്യേകിച്ച് ഞാൻ സ്റ്റേജിലും കൂടി പെർഫോം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതെല്ലാം ആവശ്യമാണ് നമുക്ക്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സെൻട്രൽ ക്യാരക്ടറിന് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിൽ അബൂക്ക എന്ന് പറയുന്നത് 2 പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ ആയിരുന്ന ആളാണ്. പിന്നെ പോലീസിൽ വർക്ക് ചെയ്തിരുന്നതാണ്, ബോഡി ബിൽഡിംഗ് എല്ലാത്തിലും വർക്ക് ചെയ്തിട്ട് അപ്പൊ അതൊക്കെ ഗുണം ചെയ്യും ഇപ്പൊ ഈ പടത്തിനാണെങ്കിലും. പിന്നെ സിനിമയിൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം തന്നെ വേണം. നമ്മുടെ ശരീരം നമുക്ക് കൊണ്ടുനടക്കാൻ സാധിച്ചില്ലെങ്കിൽ കാര്യമില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ മമ്മൂക്ക, ലാലേട്ടന്റെയും സുരേഷ് ഗോപിനെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോഗ്യം നോക്കിയതുകൊണ്ടാണ്. സത്യം. അല്ലാത്തവരൊക്കെ ആരോഗ്യം നോക്കാത്തവരാണ് പൊഴിഞ്ഞു പോയതെന്നല്ല പറയുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളൊന്ന് കെയർ ചെയ്യണം നമ്മളെ, പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ അത് ഏത് രംഗത്ത് നോക്കിയാലും ആരോഗ്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തും ഈ ഹെൽത്തും. ചേട്ടൻ ഒരു ഫോട്ടോ കാണിക്കാം ഇൻസ്റ്റാഗ്രാമിൽ വന്നതാണ്. ന്യൂസ് അല്ല, ഈ ഫോട്ടോ ഉണ്ടല്ലോ, പണ്ട് എന്ത് നല്ല ഭംഗി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പണ്ടിപ്പോ കാണാൻ കൊള്ളൂല. അങ്ങനെയല്ല, പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. കൊച്ചിലെല്ലാരും നല്ല ഭംഗിയായിരിക്കില്ലേ? ഇപ്പോഴും ഭംഗി കുറവില്ല. പക്ഷെ എന്റെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ലുക്സ് ആയിരുന്നു. ഇത് നമ്മുടെ ഒരു ടീം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ഫസ്റ്റ് കിട്ടിയതാണ്. അമൽ നീരദ്, നല്ലൊരു ബാച്ച്. അവരെല്ലാം സിനിമയിലും ഉണ്ട്. ഇപ്പൊ അവരുടെ സിനിമയിലൊന്നും ഞാനില്ല അധികം. അമലിന്റെ ഒരു പടത്തിൽ മാത്രമല്ല, 5 സുന്ദരികൾ എന്ന് പറഞ്ഞൊരു സിനിമയില് ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്ത പടത്തില് ഞാനുള്ളൂ. പക്ഷെ ഡെയിലി ഞാൻ മെസ്സേജ് വിടാറുണ്ട് അമലിന്. നല്ല സിനിമയിൽ നല്ല വേഷം തരാനായിരിക്കും കാത്തിരിക്കുന്നത്, അല്ലെ? ലോകം അവസാനിക്കാൻ പോണല്ലോ. പിന്നെ എന്റെ സൂപ്പർ സീനിയേഴ്സ് ആണ് ദിലീപേടനും ബാബുരാജ്, അങ്ങനെയുള്ള ടീം. ഏറ്റവും സൂപ്പർ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ്. പിന്നെ ഒരുപാട്, അത് മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ളതാണ്. പക്ഷെ പഠിക്കുമ്പോൾ നമ്മുടെ 10 വയസ്സില്ല, അതൊരു ഗവൺമെന്റ് കോളേജാണ്. അതുകൊണ്ട് അത്രയും ഇനിയൊക്കെ CBSE ആയിരിക്കും അല്ലേ? രണ്ടും പഠിച്ചു. CBSEയും പഠിച്ചു, സ്റ്റേറ്റ് സിലബസും. കേരള സിലബസിലൊക്കെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചാലേ 4 കാലിൽ വീഴാൻ പറ്റുള്ളൂ. എവിടെയും ചെന്നാലും നമുക്ക് അതെനിക്ക് മനസ്സിലായി. കാരണം 4 കാലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലട്ടോ, ഏത് സാഹചര്യത്തിലും നമുക്ക് സത്യം.
ഞാൻ 7th വരെ CBSE ആയിരുന്നു, 8th 9th 10th സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുമ്പോഴാണ്. മറ്റത് ബുക്ക് വേമാണ്, ബുക്കിൽ മഗപ്പ് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക, മോശമല്ല, ടഫാണ്. ബട്ട് റിയലിസ്റ്റിക് കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ എനിക്ക് കുറച്ചുകൂടെ സ്റ്റേറ്റ് സിലബസിലാണ് തോന്നിയത്. കേരളത്തില് വണ്ടി ഓടണമെങ്കിലേ കേരളത്തിൻ്റെതായ ഇന്ത്യൻ വണ്ടികൾ ഓടിക്കണമെന്ന് അറിയില്ല. അതുപോലെ അപ്പോ അത് ആ കോളേജിൽ ഞങ്ങൾ ഫസ്റ്റ് വിൻ ചെയ്താണ്, സെയിന്റ് ജോസഫ്സ് കോളേജിനെ തോപ്പിച്ചിട്ട്. അന്നുണ്ടായിരുന്ന ഞാൻ പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കംപ്ലീറ്റ് സിനിമയിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വന്ന്. അന്ന് ഇങ്ങനെ ആവുന്നെന്ന് അറിയില്ല. അമല് കോമ്പറ്റീഷന് പോകുമ്പോൾ ഫോട്ടോഗ്രാഫിക്കായിരുന്നു, സ്വന്തമായിട്ട് ക്യാമറ പോലും ഇല്ലായിരുന്നു. എൻ്റെ ഒരു റിയാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ ക്യാമറ മേടിച്ചിട്ട് ഫസ്റ്റ് അടിച്ചത്. പിന്നെ ഇവരൊക്കെ പൂന കൽക്കട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊക്കെ പോയി തിരിച്ചു വന്നത് വലിയ സിനിമകളായിട്ടായിരുന്നു. അപ്പോഴും ഞാനിവിടെ അമ്പലപ്പറമ്പും പള്ളിപ്പറമ്പിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഇട്ട് നടക്കുമായിരുന്നു. പക്ഷെ പല സ്ഥലത്ത് പല കഷ്ടപ്പാടുകളിലുള്ളവർ എല്ലാവരും, അതാണ് പറഞ്ഞത്, ഒരു സത്യം എന്ന് പറഞ്ഞത് കലയിലൊരു സത്യമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഇന്നത് തന്നാലേ നമ്മൾ ചെയ്യുമെന്ന് പറയാറില്ല. അപ്പോ അതൊക്കെ കൂടെ വന്ന് ചേർന്നോളൂ. ഈ സിനിമയിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാവും. അത് സിനിമയിൽ വന്നത് സാധിച്ച ഒരു മൊമെന്റ് ഉണ്ടോ, എപ്പോഴും ഓർക്കണം അല്ലെങ്കിൽ എപ്പോഴും പ്രൗഡായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ബീയിങ് ആൻ ആക്ടർ ഇറ്റ് സെൽഫ് ഇസ് എ പ്രൗഡ്, അങ്ങനെ ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ബാലതാരമായിട്ടാണ് അഭിനയം തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ് മൂവി അല്ല, ഷോർട്ട് ഫിലിംസ് ആദ്യം ചെയ്തത് കൂട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, മലയാളം. അതിൽ ഞാനും എൻ്റെ അനിയനും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഋഷഭാബ അങ്കിളിന്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ദ സീക്രട്ട് ഫേസ്, രാജേഷ് ടച്ചർവർ സാറിന്റെ ഡയറക്ഷനിൽ. അങ്ങനെ പിന്നെ ഡോക്ടർ ബൈജു സാറിന്റെ സൈറയിൽ ഒരു കഥാപാത്രം ചെയ്തു, ജേർണലിസ്റ്റ് ആയിട്ട്. നവ്യ ചേച്ചിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അപ്പൊ അങ്ങനെ ചെറുതും വലുതുമായിട്ട് കുറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഹീറോയിൻ ആയത് 2011 വാഗേസുടവ എന്ന് പറയുന്ന സിനിമ തമിഴിൽ ചെയ്തപ്പോഴാണ്. അപ്പൊ അതിലാണ് ഞാൻ ആക്ച്വലി ഹീറോയിൻ എന്നുള്ള ഒരു പദവിയിലേക്ക് വരുന്നത്, ഒരു സ്റ്റാർഡം പദവിയിലേക്ക് വരുന്നത്. അതിനുശേഷം എനിക്കൊരു 4-5 ഇയേഴ്സ് ടൈം എടുത്തു. സിനിമ എന്ന് പറയുന്ന ഒരു സീരിയസ് പ്രൊഫഷൻ ആണ് എന്ന് പറഞ്ഞ് എനിക്ക് അതിലേക്ക് ഡിസിഷൻ എത്താൻ എനിക്കൊരു 4-5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണ്ടി വന്നു. ഓക്കെ, ഇത് സിനിമ എന്ന് പറയുന്നത് തമാശയല്ല, സിനിമ എന്ന് പറയുന്നത് വെറുതെ ടൈം പാസ് അല്ല, സിനിമ എന്ന് പറയുന്നത് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ഇതല്ല, അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ക്രിയേറ്റ് ചെയ്ത് ഷൈൻ ചെയ്യാൻ, ജാട കാണിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല എന്നുള്ളത്. എനിക്ക് ആ ഒരു സീരിയസ്നെസ് പ്രൊഫഷനിലേക്ക് വന്നത് ഒരു ഹീറോയിനായി ഒരു 4-5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദിസ് സംതിങ്, നമുക്കൊരു തലവിധിയും നമ്മൾ ഒരു കലാകാരിയാണെന്നുള്ളത് 4 ആൾക്കാർ അറിയാനും അവിടെ അംഗീകാരങ്ങൾ, നമുക്ക് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ നല്ല ആർട്ടിസ്റ്റായിട്ട് നല്ല കഥാപാത്രങ്ങളായിട്ട് ചെയ്യാനും, നിറയെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സീരിയസ്നെസ് വന്നത്. പക്ഷെ സിനിമ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എയർ ഹോസ്റ്റസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ when I become an actress, I full-fledged ആയിട്ട് ഇതിൽ ഇൻവോൾവ് ആയി. എനിക്ക് പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. എപ്പോഴും ഏറി പോണത് കൊണ്ട് അതെന്താ വെച്ചാൽ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുമ്പോൾ ഞാൻ ചുമ്മാ നോക്കി ടാറ്റ കാണിക്കും. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിനകത്ത് എങ്ങനെ ആൾക്കാർ, ഞാനപ്പോ പറയും ഇതിനകത്ത് എങ്ങനെ ആൾക്കാർ പറക്കുന്നത്, ഈ സാധനം എങ്ങനെ പൊങ്ങുന്നത്, ഇതിനകത്ത് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇതിനകത്ത് പോണമെന്ന് പറക്കണം ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ എപ്പോഴും സ്കൂളിലിരുന്ന് ആലോചിക്കും. പക്ഷെ ഭാഗ്യവശാല് ഞാൻ ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിനകത്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ജോബിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്, കുറച്ചുകൂടെ നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ആക്ട്രസ് ഇസ് ഫൈൻ. എപ്പോഴും ഇതിൽ കാണുമ്പോൾ നമുക്ക് സാറ് സോങ് ഉണ്ടല്ലോ തമിഴില്, അതിപ്പോഴും ട്രെൻഡിങ് ആണ്, ഇപ്പോഴും ഒരുപാട് പേര് റീൽസ് ചെയ്യാറുണ്ട്. അതിലെ എക്സ്പ്രഷൻ ഒക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറേ ഇല്ല, ഞങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ വരാറേ ഇല്ല. അതിനൊരു മിററിൽ നോക്കിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം 15 ദിവസം എനിക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് പ്രാക്ടീസ് പോലെ. ടീ ആർട്ടിനത് ആ പഴയ ചായക്കട സ്റ്റൈലിലുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. തഞ്ചാവൂർ സ്ലാങ് ഡയലോഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ മാനറിസംസ് ഒക്കെ ഞാൻ മിറർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കുറെ. ബോഡി ലാംഗ്വേജ്, ആ ഒരു നേച്ചർ, അതൊക്കെ എങ്ങനെ വേണം. കാരണം ടിപ്പിക്കൽ പട്ടിക്കാട്ട് ഗ്രാമത്തിലെ പെൺകുട്ടികൾ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ഭയങ്കര നാടൻ കഥാപാത്രം 1960s കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ ഈ ജനറേഷനിൽ വളർന്ന ഒരാൾ, എനിക്ക് ആ ബോഡി ലാംഗ്വേജ് ഒന്നും വരില്ല. ബട്ട് ഐ പ്രാക്ടീസ്ഡ് ലോട്ട്. ഡയലോഗ് വൈസ് ആയിരുന്നാലും എല്ലാം ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പഴയ സിനിമകളൊക്കെ റെഫറൻസ് എടുത്തിട്ടുണ്ട്, ലൈക്ക് മുന്താനെ മുടിച്ച്, 16 വയതിനിലെ, അങ്ങനെയുള്ള ഭാരതരാജ സാർ, ഭാഗ്യരാജ് സാറിന്റെ പടങ്ങളൊക്കെ കുറെ കണ്ടിട്ട് അവരെ പഴയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ കുറെ റെഫറൻസുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ഞാൻ പിന്നെ എന്റെ ഒരു സ്റ്റൈലിൽ ഞാൻ പ്രസന്റ് ചെയ്തു. അതിലത്തെ ഒരു സീൻ എന്തെങ്കിലും കാണിക്കാവോ? അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ എക്സ്പ്രഷൻ തന്നെയാണ്.
അത് ഭയങ്കര കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഭയങ്കര. പിന്നെ ആ പാട്ടിൽ വരുന്നില്ലേ കാട്ടുമല്ലിക കാതല, അത് ഓൺ ദ സ്പോട്ടിൽ ലൈവായിട്ട് കമ്പോസ് ചെയ്തതാണ്. അതെ, ഓൺ ദ സ്പോട്ടിൽ ലൈവായിട്ട് കമ്പോസ് ചെയ്തത്. പക്ഷെ ആ സരസര കാത്തെന്ന് പറയുന്ന സോങ്ങിന് കൊറിയോഗ്രാഫർ ഇല്ല. ഫുള്ളി എല്ലാം ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ് ആ ഒരു പാട്ടിനകത്ത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ഗേൾ ഫ്രണ്ട്സും ഇതുപോലെ ഫുഡൊക്കെ ആക്കി തരണം എന്നൊക്കെ ആഗ്രഹിക്കും. ഞങ്ങൾ എണ്ണുമായിരുന്നു ആ സീനിൽ എത്ര അയ്യോ, അത് എത്ര ഡിഷസ്, അത്രയും. അത് ആർട്ട് ഡയറക്ടർ ചേട്ടന്മാര് സെറ്റ് ചെയ്തതാണ്. ബട്ട് അതിലേക്ക് ഭയങ്കര രസമുണ്ട്. ഇത്രയും വെറൈറ്റി ഫുഡ് നമ്മുടെ ഈ ട്രഡീഷണൽ തമിഴ് സ്റ്റൈലിൽ ഇത്രയും ട്രഡീഷണൽ ഫുഡ് ഉണ്ട് എന്നുള്ളത് അത്രയും ഡിഷസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത്രയും നാടൻ പലഹാരങ്ങളും വിഭവങ്ങളും ഒക്കെ അത്രയും ഫുഡ് ഐറ്റംസ് ഓപ്ഷൻസ് അത്രയും ഉണ്ട് ഉള്ളത്.